നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് ആണ് പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് വേണ്ടുന്ന ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. ആ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇൻവെൻട്രി എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതിന് ഒരു ബിസിനസ് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഒരു ഇൻവെൻട്രി എന്ന് നമുക്ക് നോക്കാം. A business can run smoothly its operating activities only when appropriate amount of inventory is maintained. അല്ലേ, ഒരു ബിസിനസ്സിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻട്രി വേണം. ഓക്കെ, അവർക്ക് ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക്. അവരുടെ ബിസിനസ്സിൽ എന്തുണ്ടാവണം? സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റൂ? അതിൻ്റെ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. Okay, a business can run smoothly its operating activities only when appropriate amount of inventory is maintained. Appropriate level of inventory maintain ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിന് അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. Inventory affects all operating activities like manufacturing, warehousing, sales, etc. അപ്പോൾ ഒരു ബിസിനസ്സിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഇൻവെൻട്രി എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ആ മാനുഫാക്ചറിങ്ങിനെ, അതുപോലെ തന്നെ വെയർഹൗസിങ്, സെയിൽസ്, ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മുടെ ഇൻവെൻട്രിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ദ എമൗണ്ട് ഓഫ് ഓപ്പണിംഗ് ഇൻവെൻട്രി ആൻഡ് ക്ലോസിംഗ് ഇൻവെൻട്രി ഷുഡ് ബി സഫിഷ്യന്റ് എനഫ് സോ ദാറ്റ് ദ അതർ ബിസിനസ് ആക്ടിവിറ്റീസ് ആർ നോട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. നമ്മളുടെ ബിസിനസ്സിൽ അണ്ടർ സ്റ്റോക്കിങ്ങും ഓവർ സ്റ്റോക്കിങ്ങും കണ്ടീഷൻ ആവാൻ പാടില്ല. ആ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻട്രി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ, ആ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെൻട്രി വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓവർ സ്റ്റോക്കിങ്ങോ അണ്ടർ സ്റ്റോക്കിങ്ങോ ആവാനായിട്ട് പാടില്ല. ഓപ്പണിംഗ് ഇൻവെൻട്രിയും ക്ലോസിംഗ് ഇൻവെൻട്രിയും സഫിഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, ഓപ്പണിംഗ് ഇൻവെൻട്രി നമ്മുടെ ബിസിനസ്സിൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഇൻവെൻട്രിയും ക്ലോസിംഗ് ഡേറ്റിലുള്ള ഇൻവെൻട്രിയും സഫിഷ്യൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ നമുക്ക് മുന്നോട്ട് ഒരു തടസ്സവും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. Thus, inventory plays an important role in operations management. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവെൻട്രിയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഒരു ബിസിനസ്സിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി ലെവല് കീപ്പ് ചെയ്യണം. ഓക്കെ, ഒരു ബിസിനസ്സിന് യാതൊരു ഇൻട്രപ്ഷൻസും ഇല്ലാതെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫിഷ്യൻറ്റ് ലെവൽ ഓഫ് ഇൻവെൻട്രി അവരുടെ ബിസിനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇൻവെൻട്രിയുടെ പ്രാധാന്യം വളരെ കോഷ്യസ് ആണ്. മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻവെൻട്രി ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Inventory is an asset that is owned by a business that has the express purpose of being sold to a consumer. ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് തന്നെയാണ് അല്ലേ. ഒരു ബിസിനസ്സിൽ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാനായിട്ട് ഉള്ള സ്റ്റോക്കിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഒരു അസറ്റ് ആണ്. ഓക്കെ, ഇൻവെൻട്രി ഈസ് ആൻ അസറ്റ്. ഒരു ബിസിനസ് ഓൺ ചെയ്യുന്ന അസറ്റ് ആണ് എന്ത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. ദാറ്റ് ഹാസ് ദ എക്സ്പ്രസ് പർപ്പസ് ഓഫ് ബീങ് സോൾഡ് ടു എ കസ്റ്റമർ. ആ ഇൻവെൻട്രി നമ്മുടെ ബിസിനസ്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സോൾഡ് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമറിന് വിൽക്കാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഇൻവെൻട്രി കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻവെൻട്രിയുടെ മീനിങ് എന്താണ്? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ് which is owned by the business. Okay, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സിൽ ഹോൾഡ് ചെയ്യുന്നത്? For sale to the customer. Inventory refers to the stock pile of the product a firm is offering for sale and the components that make up the product. Okay, stock തന്നെയാണ് അല്ലേ. It is a stock pile of a product a firm is offering for sale. വിൽക്കാനായിട്ട് ഒരു ബിസിനസ്സിൽ ഉള്ള സ്റ്റോക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻട്രി ഒരു അസറ്റ് ആണ്.
കസ്റ്റമേഴ്സിന് സെയിലിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ കീപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഇൻവെന്ററി. In other words, the inventory is used to represent the aggregate of those items of tangible assets. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻവെന്ററിയുടെ ഒരു മീനിങ് നമ്മൾ പറഞ്ഞു, ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞു, കസ്റ്റമേഴ്സിന് വിൽക്കാനുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റോക്ക് പൈൽ ഓഫ് ദ പ്രോഡക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ അഗ്രഗേറ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? ദ അസറ്റ് വിച്ച് ക്യാൻ വി ഫീൽ, അല്ലേ? അതായത് നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ ഒക്കുന്ന, ടച്ച് ചെയ്യാൻ ഫിസിക്കൽ പ്രസൻസ് ഉള്ള അസറ്റുകളാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ടച്ച് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സുകളാണ്, കാണാൻ പറ്റുന്ന അസറ്റ്സുകളാണ് ഇത് ടാഞ്ചിബിൾ അസറ്റ്സ്. അപ്പൊ ടാഞ്ചിബിൾ അസറ്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഏത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇൻവെന്ററി. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ്? അസറ്റ് വിച്ച് വി ക്യാൻ ഫീൽ ആണ്, നമുക്കത് കാണാനോ തൊട്ടു നോക്കാനോ പറ്റത്തില്ല, ഫീൽ ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഏത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഗുഡ് വില്ല്, പേറ്റന്റ് ഒക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഒരു ബിസിനസ്സിലുള്ള വിൽക്കാനായിട്ടുള്ള സ്റ്റോക്ക് അതെന്താണ്? ടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇറ്റ് ഈസ് ദ അഗ്രഗേറ്റ് ഓഫ് ടാഞ്ചിബിൾ അസറ്റ് which are held for sale in ordinary course of business. അപ്പോൾ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ അസറ്റ് ആണ്. ആ ഒരു ടാഞ്ചിബിൾ അസറ്റ് ഒരു ബിസിനസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഹെൽഡ് ഫോർ സെയിൽ, ഇല്ലേ? വിൽക്കാനായിട്ട്, എൻ്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വിൽക്കാനായിട്ട് സൂക്ഷിക്കുന്നതാണ്. ഇൻ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ സച്ച് സെയിൽ. ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, അത് വിൽക്കാനായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഹെൽഡ് ചെയ്യുന്നത് വരും. ടു ബി കറന്റ്ലി കൺസ്യൂംഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു ബി അവൈലബിൾ ഫോർ സെയിൽ. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത് എല്ലാം കൂടി ചേരുന്നതാണ് ഇത് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. അസറ്റിന്റെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ടാഞ്ചിബിൾ അസറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇൻവെന്ററിയുടെ മീനിങ് മനസ്സിലായല്ലോ. വിൽക്കാനായിട്ട്, കൺസ്യൂമേഴ്സിന് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിലുള്ള സ്റ്റോക്ക് പൈൽ ഓഫ് പ്രോഡക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെന്ററി എന്ന് പറയാം, വിച്ച് ഈസ് എ ടാഞ്ചിബിൾ അസറ്റ്. അതിന് ആ ഒരു കാറ്റഗറി മനസ്സിലായല്ലോ. ഏതാണ്? held for sale in the ordinary course of business, അതുപോലെ തന്നെ the process of production for such sale, അതുപോലെ തന്നെ to be currently consumed in the production of goods or service to be available for sale. കറന്റ്ലി ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അല്ലേ? അതെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? ഈ ഒരു ഇൻവെന്ററിക്കകത്ത് വരും. The inventory may be classified into 3 categories. അപ്പം ഇൻവെന്ററിയുടെ മീനിങ് നമ്മൾ പറഞ്ഞു. ബിസിനസ്സിൽ വിൽക്കാനായിട്ട്, കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യാനായിട്ട്, സെയിൽ ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെന്ററി എന്ന് പറയാം. ഈ ഇൻവെന്ററിയുടെ 3 കാറ്റഗറി അല്ലെ 3 ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ്, സെക്കൻഡ് വൺ വർക്ക് ഇൻ പ്രോഗ്രസ്, തേർഡ് വൺ ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം ഇൻവെന്ററി നമുക്കറിയാം, ഒരു ബിസിനസ് ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽ സെക്യൂർ ചെയ്യും, ഇല്ലേ? റോ മെറ്റീരിയൽ സെക്യൂർ ചെയ്തതിന് ശേഷം ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കും, വർക്ക് ഇൻ പ്രോഗ്രസ്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു 3 സ്റ്റേജസ്, റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പൊ ഈ 3 ആയിട്ട് നമുക്ക് എന്തിനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻവെന്ററിയെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇൻവെന്ററിയുടെ 3 ക്ലാസിഫിക്കേഷൻസ് അല്ലെ 3 ടൈപ്സ് ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നോക്കിയേ, റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ അൺഫിനിഷ്ഡ് ഐറ്റം വിച്ച് ഗോ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന അൺഫിനിഷ്ഡ് ഐറ്റം ആണ്, അസംസ്കൃത വസ്തുക്കളാണ്, അല്ലേ? പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ എന്നുള്ള ആ ഒരു ഇൻവെന്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യില്ല. അപ്പം പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റോ മെറ്റീരിയൽ വേണം. refers to the unfinished item which go in the production process. Raw material ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല, ഒരു അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. അതിനെ പ്രോസസ് ചെയ്താണ് എന്തായിട്ട് മാറുന്നത്? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട്
മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് എന്നുള്ളത്. ഈ റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസിൽ എന്താ പറയുന്നത്? ഇത് അൺഫിനിഷ്ഡ് ആണ്, ഫിനിഷ്ഡ് അല്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന അൺഫിനിഷ്ഡ് കാറ്റഗറിയാണ് ഏത്? റോ മെറ്റീരിയൽ. അപ്പം അത് ഈ ഒരു പേര് ഓർക്കുക, അൺഫിനിഷ്ഡ് ഐറ്റം ആണ്. സെക്കൻഡ് വൺ എന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. refers to the semi finished goods ആണ്. ഓക്കെ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ അത് സെമി ഫിനിഷ്ഡ് ആണ്, which are not 100% complete but some work has been done on them. ഫുൾ കംപ്ലീറ്റ് അല്ല, 100% അതൊരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടില്ല. പ്രോഗ്രസീവ്ലി അത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കൂടി പോവുകയാണ്. ഓക്കെ, സെമി ഫിനിഷ്ഡ് ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ക്ലാസിഫിക്കേഷനിൽ പറയാം. ഓക്കെ, റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അൺഫിനിഷ്ഡ് ആണെന്ന് പറഞ്ഞു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സെമി ഫിനിഷ്ഡ് ആണ്. മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. It refers to the goods on which 100% work has been done and which are ready for sale. ഇനി വിൽക്കാനുള്ള, നമ്മുടെ ബിസിനസ്സിൽ വിൽക്കാനായിട്ട് ഫോർ സെയിൽ നമ്മൾ വെച്ചേക്കുന്ന ആ ഫിനിഷ്ഡ് 100% ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത്. ഇനി അതിന്മേൽ ഒരു വർക്കും ഇല്ല, 100% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇൻവെന്ററി എന്തായിരുന്നു? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് എ ടാഞ്ചിബിൾ അസെറ്റ്. ഓക്കെ, ഇറ്റ് റെഫേഴ്സ് ടു ദ ഗുഡ്സ് ഓർ സ്റ്റോക്ക് ഫോർ സെയിൽ ടു ദ കസ്റ്റമേഴ്സ്. 3 types ഓഫ് ഇൻവെന്ററി ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? അൺഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? സെമി ഫിനിഷ്ഡ് ആണ്. തേർഡ് കാറ്റഗറിയാണ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, അതായത് 100% വർക്ക് കംപ്ലീറ്റ് ആയ സ്റ്റേജ് ആണ് ഏത്? ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ഈ 3 ക്ലാസിഫിക്കേഷൻ? ഇനി എന്താണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റ് എന്താണ്? നമുക്ക് ബിസിനസ്സിലെ കാര്യങ്ങളെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ഇൻവെന്ററി വേണം ഇല്ലേ? അതായത് നമ്മുടെ ഗുഡ്സിന് ഡിമാൻഡ് ഇല്ല, വെറുതെ നമ്മൾ അതിനെ ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല ഇല്ലേ? പക്ഷെ ഡിമാൻഡ് ഉള്ള ഒരു ഗുഡ്സ് ആണെങ്കിൽ അണ്ടർ സ്റ്റോക്കിംഗ് എന്നൊരു കണ്ടീഷൻ വരാനും പാടില്ല. അപ്പോൾ പ്രോപ്പർ ലെവൽ ഓഫ് ഇൻവെന്ററി ഒരു ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണം ഇല്ലേ? അവിടെ ഒരു ലാക്ക് ഓഫ് ഇൻവെന്ററി എന്നുള്ള ഒരു കണ്ടീഷൻ വരാൻ പാടില്ല. പ്രോപ്പർ ലെവൽ ഓഫ് ഇൻവെന്ററി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അതാണ് എന്ത്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഓവർസീയിങ് ആൻഡ് കൺട്രോളിംഗ് ദ ഓർഡറിംഗ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് കമ്പോണൻസ് that a company uses in the production of the item itself. അല്ലേ? അപ്പം ഒരു കമ്പനി വിൽക്കാനുള്ള ഗുഡ്സിന്മേൽ അല്ലേ, ആ ഗുഡ്സ് എപ്പോൾ ഓർഡർ ചെയ്യണം, എപ്പോൾ അത് സ്റ്റോർ ചെയ്യണം, അതിൻ്റെ യൂസ്, ഈ 3 കാര്യങ്ങൾ ചേരുന്ന, ഈ 3 കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഓവർസീയിങ് ആൻഡ് കൺട്രോളിങ്. ഓവർസീ ചെയ്യുകയും വേണം, കൺട്രോൾ ചെയ്യുകയും വേണം. എന്താണ്? 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഓർഡറിങ്, സ്റ്റോറേജ് ആൻഡ് യൂസേജ്. ഓക്കെ, ഓർഡറിങ്ങും സ്റ്റോറേജും യൂസേജും. ഒരു കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പനി പ്രോഡക്റ്റുകൾ വിൽക്കാനായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിനെ ഓർഡർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യാനുമുള്ള ആ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഏത്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മീനിങ്? ഇൻവെന്ററി മാനേജ്മെന്റ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് ഓവർസീയിങ് ആൻഡ് കൺട്രോളിങ് ഓർഡറിംഗ്, സ്റ്റോറേജ് ആൻഡ് യൂസ് ഓഫ് കമ്പോണൻസ്.
A component of supply chain management, inventory management supervises the flow of goods from manufacturers to warehouses and from facilities to the point of sale. ഈ ഇൻവെന്ററി മാനേജ്മെന്റിൽ തന്നെ വരുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റിൽ തന്നെ വരുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ഈ ഒരു ഗുഡ്സിന്റെ ഫ്ലോ. ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നിന്നും അൾട്ടിമേറ്റ് കൺസ്യൂമറിലേക്ക് എത്തണം, ഇല്ലേ? അതായത് ഫ്രം മാനുഫാക്ചറർ എവിടേക്ക് എത്തണം? വെയർഹൗസുകളിലേക്ക് എത്തണം. വെയർഹൗസിൽ നിന്നും പോയിന്റ് ഓഫ് സെയിലിലേക്ക് എത്തണം. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും, അല്ലേ? ആ പോയിന്റ് ഓഫ് മാനുഫാക്ചറിൽ നിന്നും എവിടേക്ക് വരും? വെയർഹൗസ്. ഗുഡ്സ് സ്റ്റോർ ചെയ്യണം, വെയർഹൗസുകളിലേക്ക് വരും. ഈ വെയർഹൗസിൽ നിന്നും ആ പോയിന്റ് ഓഫ് സെയിലിലേക്ക് എത്തണം. അതിന് സഹായിക്കുന്ന ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ഏതാണ്? സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗുഡ്സ്, ആ ഒരു ലെവൽ ഓഫ് ഇൻവെന്ററി എപ്പോൾ വേണം നമ്മൾ ഓർഡർ ചെയ്യാൻ, അതിന്റെ സ്റ്റോറേജ്, അതിന്റെ യൂസേജ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻവെന്ററി മാനേജ്മെന്റിൽ ഒരു കമ്പോണന്റ് ആണ് ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഈ മാനുഫാക്ചറിന്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എവിടെ എത്തും? വെയർഹൗസുകളിൽ എത്തും. വെയർഹൗസുകളിൽ നിന്ന് എങ്ങോട്ട് പോകണം? പോയിന്റ് ഓഫ് സെയിലിലേക്ക് പോകണം. ആ ഒരു രീതിയാണ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. Inventory control means efficient management of capital invested in raw material and supplies, work in progress and finished goods. Inventory എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 കാര്യങ്ങൾ ചേരുന്നതാണ്. raw materials and supplies, work in progress, finished goods. അപ്പോൾ ഈ 3 കാര്യങ്ങളെ പ്രോപ്പറായിട്ട്, ഈ 3 കാര്യങ്ങളിലുള്ള പ്രോപ്പർ ക്യാപിറ്റൽ മാനേജ്മെന്റ്, അല്ലേ? ഇവിടേക്കൊക്കെ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം, ഇല്ലേ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ ഇൻവെന്ററി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പ്രോപ്പർ വേയിൽ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആ പ്രോപ്പർ വേയിൽ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ അണ്ടർ സ്റ്റോക്കിംഗ്, ഓവർ സ്റ്റോക്കിംഗ് കണ്ടീഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നോക്കിക്കേ, ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. 3 കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്. ഈ 3 കാര്യങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? 3 കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഇൻവെന്ററി എപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം, അല്ലേ? അത് എവിടെ സ്റ്റോർ ചെയ്യണം, അതിന്റെ യൂസേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഓവർസീ ചെയ്യുന്നതിനെയും കൺട്രോൾ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സപ്ലൈ ചെയിനോ മാനേജ്മെന്റിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഓക്കെ, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ എന്താ ചെയ്യുന്നത്? മാനുഫാക്ചറിൽ നിന്നും ഗുഡ്സ് ഗോഡൌണിലേക്ക് എത്തുന്നു, അല്ലെ വെയർഹൗസിലേക്ക് എത്തുന്നു. ഈ വെയർഹൗസിൽ നിന്നും ഗുഡ്സ് എങ്ങോട്ട് പോകണം? പോയിന്റ് ഓഫ് സെയിലിലേക്ക് പോകണം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് പോകണം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അല്ലെ? റോ മെറ്റീരിയൽ വാങ്ങാനും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ 3 കാര്യങ്ങളെ പ്രോപ്പറായിട്ട്, ഈ 3ലും നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ, അതായത് ഈ ഒരു ബ്രീഫിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് വൺ നമ്മൾ ഇൻവെന്ററി എന്താണെന്ന് പറഞ്ഞു. ഒരു അസറ്റ് ആണ്. ഒരു ബിസിനസ്സിൽ ഗുഡ്സ് വിൽക്കാനായിട്ട്, കൺസ്യൂമേഴ്സിന് വിൽക്കാനായിട്ടുള്ള സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെന്ററി എന്ന് പറയാം. ഇൻവെന്ററിയെ നമുക്ക് പ്രധാനമായിട്ടും റോ മെറ്റീരിയൽസിന്റെ ഫോമിലുണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഫോമിലുണ്ട്, ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ ഫോമിലുണ്ട്. ഈ 3 കാര്യങ്ങളെ, ഈ 3ലും നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ് എന്നും പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററി, അതായത് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഹോൾഡ് ചെയ്യും, ഇൻവെന്ററി എന്ത് ചെയ്യാറുണ്ട്? കീപ്പ് ചെയ്യാറുണ്ട്, ഹോൾഡ് ചെയ്യാറുണ്ട്, അല്ലേ? അതിന്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇൻവെന്ററി ഈസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ്സ് ഓഫ് എ ബിസിനസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു കടയിലേക്ക് പോവുകയാണ്, ഒരു ബിസിനസ്സിലേക്ക് പോവുകയാണ്.
അവിടെ വിൽക്കാനായിട്ട് വളരെ കുറച്ച് ഗുഡ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളെങ്കിൽ അവിടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുമോ? ഇല്ല. അവിടെ കുറേ ഗുഡ്സ് വേണം ഇല്ലേ? ഹൈ ലെവൽ ഓഫ്, അതായത് ഓവർ സ്റ്റോക്കും വേണ്ട അണ്ടർ സ്റ്റോക്കും വേണ്ട, ഒരു ഒപ്റ്റിമൽ ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം ഇൻവെന്ററിയുടെ. ഓക്കെ, അപ്പം ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന, ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസറ്റ് ആണ് എന്ത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിൽ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിൻ്റെ, ഇൻവെന്ററി നിലനിർത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയിലെ ഏറ്റവും, അല്ലെ ഒരു ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് മാനേജ്മെന്റ് നീഡ്സ് ടു ബി പ്രൊആക്റ്റീവ്, ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യൻറ്റ്. ഓക്കെ, അതായത് ഇൻവെന്ററി നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷമല്ല നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അത് വർക്ക് ഇൻ പ്രോഗ്രസ്, അതിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു, ആ മാനുഫാക്ചർ ചെയ്യുന്നിടത്തുനിന്നും അത് വെയർഹൗസുകളിൽ കൊണ്ടുവരുന്നു, വെയർഹൗസുകളിൽ നിന്നും അത് ആ പോയിന്റ് ഓഫ് സെയിലിലേക്ക് പോകുന്നു. ത്രൂ ഔട്ട് ദ പ്രോസസ് നമുക്ക് എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം മാനേജ്മെന്റ്, അതായത് ഇൻവെന്ററിയുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എഫിഷ്യന്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, proactive ആയിരിക്കണം. Inventory is essential for every organization to ensure smooth running of the production process, to reduce the ordering cost of inventory, to take advantage of quantity discount, avoid opportunity loss on sales, and to utilize and optimize the plant capacity and to reduce the overall price. അപ്പോൾ നമുക്ക് കുറേ പോയിന്റ്സ് പറഞ്ഞു. ഇൻവെന്ററി മാനേജ്മെന്റ് അല്ലെ ഇൻവെന്ററി എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്? ഫസ്റ്റ് വൺ എന്താണ്? ഒരു ബിസിനസ്സിൽ സ്മൂത്ത് റണ്ണിങ്ങിന് അല്ലെ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻട്രപ്റ്റ് ആവാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻവെന്ററി വേണം. നമുക്ക് പ്രൊഡക്ഷനിൽ റോ മെറ്റീരിയലിന്റെ പ്രാധാന്യം അറിയാലോ. റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ മുന്നോട്ട് പോകത്തില്ല. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഇൻവെന്ററി തന്നെയാണ്. ഓക്കെ, റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ഇൻവെന്ററി. ഇപ്പൊ പ്രൊഡക്ഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനൊരു ഇൻട്രപ്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സഫിഷ്യന്റ് ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടാവണം. അപ്പം പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻട്രപ്ഷൻ ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണം. സെക്കൻഡ് വൺ, ടു റെഡ്യൂസ് ദ ഓർഡറിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. എന്ത് കുറയ്ക്കാനായിട്ട്? ഓർഡറിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററി. അതായത് നമുക്ക് ഓർഡർ ചെയ്യണം അല്ലേ? നമ്മുടെ ബിസിനസ്സിൽ ഗുഡ്സ് തീരുന്നതനുസരിച്ച്, സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് നമുക്ക് ഇൻവെന്ററി എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. ആ ഓർഡറിംഗ് കോസ്റ്റ്, ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ, പ്രോപ്പറായിട്ട് ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ. നമ്മൾ ബൾക്കായിട്ടൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ അവൈൽ ചെയ്യണമെങ്കിലും ഇൻവെന്ററി ലെവൽ എന്താണ്, അല്ലെങ്കിൽ ഇൻവെന്ററി എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അവോയ്ഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓൺ സെയിൽസിന്റെ സമയത്ത് നമുക്കൊരു ലോസ് ഉണ്ടാവാതിരിക്കാൻ. ടു യൂട്ടിലൈസ് ആൻഡ് ഒപ്റ്റിമൈസ് ദ പ്ലാൻ കപ്പാസിറ്റി ആൻഡ് ടു റെഡ്യൂസ് ദ ഓവറോൾ പ്രൈസ്. ഈ ഓർഡറിംഗ് കോസ്റ്റ് ഒക്കെ കുറയുമ്പോൾ തന്നെ നമ്മുടെ ഓവറോൾ പ്രൈസ് അല്ല ഓവറോൾ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ എപ്പോഴും സഫിഷ്യന്റ് ലെവൽ ഓഫ് ഇൻവെന്ററി എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ആ ഒരു സഫിഷ്യന്റ് ലെവൽ ഓഫ് ഇൻവെന്ററി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം, അല്ലെ ഹോൾഡിംഗ് കോസ്റ്റ്, അല്ലേ ഇൻവെന്ററി ഹോൾഡിംഗ്, എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ സഫിഷ്യന്റ് ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് അസറ്റ് ആണ്. ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ്സിലെ ഇമ്പോർട്ടന്റ് അസറ്റ് ആണ് എന്ത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെന്ററിയുടെ ലെവൽ എപ്പോഴും എഫിഷ്യന്റ് ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ ആ ഒരു സ്മൂത്ത് ഫങ്ഷനിങ് നമുക്ക് എൻഷുർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ഓർഡറിംഗ് കോസ്റ്റ് കുറയ്ക്കാനും, പ്ലാൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനും, ഡിസ്കൗണ്ട് ഒക്കെ അവൈൽ ചെയ്യാനും, സെയിൽസിന്റെ സമയത്ത് ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ടാവാതെ നോക്കാനും, അതുപോലെ തന്നെ ഓവറോൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഇൻവെന്ററി ഹോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇൻവെന്ററി ഹോൾഡിങ്ങിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറയുന്നത്. Thus, it can be said that inventory is inevitable and has to be maintained in appropriate quantity. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം
അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെന്ററി ഇല്ലാത്ത ഒരു ബിസിനസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇന്നെവിറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. However, the concept of just-in-time is becoming popular, which is an inventory strategy companies employ to increase efficiency and decrease waste by receiving goods as they are needed in the production process, thereby reducing the inventory cost. അതായത് ഈ ജസ്റ്റ് ഇൻ ടൈം റീസെൻ്റ് ആയിട്ട് വന്ന ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിൽ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ടെക്നിക്കാണ് ഇത് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം. എന്താണ് ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ? അതായത് അൺനെസസറി ആയിട്ട് നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അൺനെസസറി ആയിട്ട് നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആവശ്യാനുസരണം ഓക്കെ അസ് ആൻഡ് വെൻ നീഡഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഇൻവെന്ററി കെപ്റ്റ് ചെയ്താൽ മതി. ഓവർ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പം ഒരു ബിസിനസ്സിൽ ഒരു കമ്പനിക്ക് അതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും വേസ്റ്റേജ് എന്ത് ചെയ്യാൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നല്ലൊരു ടെക്നിക്, ഒരു സ്ട്രാറ്റജിയാണ് ഏതെന്ന് പറയുന്നത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മെറ്റീരിയൽസ് എപ്പോൾ ആവശ്യമുണ്ടോ അല്ല ഇൻവെന്ററി ആവശ്യമുണ്ടോ അപ്പോൾ മാത്രമേ അത് പർച്ചേസ് ചെയ്താൽ മതി. അതുവഴി നമുക്ക് നമ്മുടെ ഇൻവെന്ററി കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. This method requires producers to forecast demand accurately. Okay, ഈ ജസ്റ്റ് ഇൻ ടൈം ഈ ഒരു ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം വന്നതോടുകൂടി പ്രൊഡ്യൂസേഴ്സിന് എപ്പോഴായിരിക്കും ഈ ഡിമാൻഡ് റൈസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഈ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിന്റെ ഒരു ബിസിനസ്സിൽ കുറേ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? അത് കസ്റ്റമേഴ്സിലേക്ക് എത്തണം, പോയിന്റ് ഓഫ് സെയിലിലേക്ക് എത്തണം. അപ്പം ഈ ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമുക്ക് പുതിയ പുതിയ സിസ്റ്റംസ് വന്നിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ഇൻ സിസ്റ്റം പോലുള്ള പുതിയ പുതിയ സ്ട്രാറ്റജീസ് വന്നിട്ടുണ്ട്. ഈ സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എപ്പോൾ ഇൻവെന്ററി വേണോ അപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? അത് ഓർഡർ ചെയ്താൽ മതി അല്ലേ? അതുവഴി നമുക്ക് നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇൻവെന്ററി ലെവൽ ആക്യുറേറ്റ് ആയിരിക്കണം, എഫിഷ്യൻ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു സക്സസ്സിലേക്ക് പോകാനായിട്ട് പറ്റൂ. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് പോവുകയുള്ളൂ. ഓർഡറിങ് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാം. ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് കുറയ്ക്കാനും ഓവറോൾ പ്രൈസ് കുറയ്ക്കാനും ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻവെന്ററി നമ്മൾ പറഞ്ഞു, ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞു, സിഗ്നിഫിക്കൻസ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററി പറഞ്ഞു. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ ടാഞ്ചിബിൾ അസറ്റ് ആണ് ഫോർ സെയിൽ. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അതുപോലെ തന്നെ വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് എന്ത്? ഇൻവെന്ററി എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടായിരിക്കണം നമ്മുടെ ബിസിനസ്സിൽ. ഓക്കെ, അതിൻ്റെ ലെവല് താഴാനും പാടില്ല, കൂടാനും പാടില്ല. ഒരു ഒപ്റ്റിമൽ ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഓക്കെ, ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം അത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണേ. നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ്. The objectives of inventory management is to maintain inventory at an appropriate level to avoid excess or shortage of inventory. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് എന്ത് തന്നെയാണ്? നമ്മുടെ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഉണ്ടാവാൻ പാടില്ല. നമുക്ക് വേണ്ടുന്നതിൽ കൂടുതൽ അല്ലേ? നമുക്കൊരു ഇൻവെന്ററി ലെവൽ ഉണ്ട്. ആ ഒരു ഇൻവെന്ററി ലെവലിൽ നമുക്ക് ഒപ്റ്റിമൽ ലെവൽ എന്ന് പറയാം. ആ ഒപ്റ്റിമൽ ലെവലിൽ കൂടാനും പാടില്ല, ഒപ്റ്റിമൽ ലെവലിൽ കുറയാനും പാടില്ല നമ്മുടെ ബിസിനസ്സിലെ ഇൻവെന്ററി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ഈസ് ടു മെയിൻറ്റെയിൻ ഇൻവെന്ററി അറ്റ് ദ അപ്രോപ്രിയേറ്റ് ലെവൽ. ഇൻവെന്ററി എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ആ ഒരു ഒപ്റ്റിമൽ ലെവൽ ആയിരിക്കണം, അപ്രോപ്രിയേറ്റ് ലെവൽ ആയിരിക്കണം. ടു അവോയ്ഡ് എക്സസ് ഓർ ഷോർട്ടേജ് ഓഫ് ഇൻവെന്ററി. എക്സസ് ആവാനും പാടില്ല, ഷോർട്ടേജ് വരാനും പാടില്ല.
അതിന് മറ്റു രണ്ട് പേരുകളാണ് ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും. ഓക്കെ, നമ്മുടെ ഇൻവെന്ററി കൂടാനും പാടില്ല, കുറഞ്ഞു പോവാനും പാടില്ല. ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ക്യാരിങ് ഇൻവെന്ററി and ensure that supply of raw material and finished goods remain continuous throughout the business operation. Different types of inventory system അല്ലെങ്കിൽ ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ ഓരോ ഇൻവെന്ററി കൺട്രോൾ സ്ട്രാറ്റജീസും ടെക്നിക്സും എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ക്യാരിങ് കോസ്റ്റ്, ഈ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ കുറയ്ക്കുക. പക്ഷെ ആ ഒരു ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കുമ്പം നമ്മുടെ റോ മെറ്റീരിയൽസ് ആയാലും ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും നമ്മുടെ ബിസിനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, നമ്മൾ ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സപ്ലൈ ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ, ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. The objective specifically may be divided into two categories and mentioned below. അതായത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഇൻവെന്ററി മാനേജ്മെന്റിൽ എന്താ ചെയ്യുന്നത്? ലെവൽ ഓഫ് ഇൻവെന്ററി കീപ്പ് ചെയ്യണം. ഒരു അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ഇൻവെന്ററി അല്ലെങ്കിൽ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി എന്ത് ചെയ്യണം? നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു ലെവൽ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അത് അണ്ടർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല, ഓവർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല, എക്സസും ആവാൻ പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല നമ്മുടെ ബിസിനസ്സിൽ, അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? നമ്മുടെ ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കണം. ക്യാരിങ് കോസ്റ്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ റോ മെറ്റീരിയൽസിന്റെ ആയാലും ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ആയാലും സപ്ലൈ എന്താണ്? ഒരു തടസ്സവും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ രണ്ട് ഹെഡിൽ പറയാം. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ആണ്. സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ എന്താണ്? ഫിനാൻസിങ് ഒബ്ജക്റ്റീവ്. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. They are related to the operating activities of the business like purchase, production, sales. ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുമല്ലോ. പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അണ്ടറിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്നും ഫിനാൻസിങ് ഒബ്ജക്റ്റീവ് എന്നും. ഈ ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവിൽ എന്താണ് പറയുന്നത്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽ, ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലായിരിക്കും അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ടു എൻഷുർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ, ഇല്ലേ? പ്രൊഡക്ഷൻ തടസ്സമൊന്നുമില്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ എൻഷുർ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ എൻഷുർ ചെയ്യുക. ടു എൻഷുർ ആൻ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഇൻവെന്ററി ഇല്ലാത്തതുകൊണ്ട്, റോ മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സ് നിന്നു പോകാൻ പാടില്ല. അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. ടു മിനിമൈസ് ദ റിസ്ക് ആൻഡ് ലോസ് ഇൻകർഡ് ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി ഇല്ലാത്തത് കൊണ്ട് ബിസിനസ് പ്രോസസ്സ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ലോസും റിസ്ക്കും ഒക്കെ ഉണ്ടാവും. ആ റിസ്ക് ഒന്നും ഉണ്ടാവരുത്, അത് മിനിമൈസ് ചെയ്യണം. അത് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിസ്ക്കും ലോസും മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടായിരിക്കണം. ടു എൻഷുർ ബെറ്റർ കസ്റ്റമർ സർവീസ്. ബെറ്റർ കസ്റ്റമർ സർവീസ് എൻഷുർ ചെയ്യണം. അവോയ്ഡിങ് സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ. എന്താണ് സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ? നമുക്ക് ബിസിനസ്സിൽ ആ ഒരു ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, മിനിമം ലെവൽ ഓഫ് ഇൻവെന്ററി പോലും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് ആയാലും പ്രൊഡക്ഷൻ ആയാലും സെയിൽ ആയാലും ഈ കാര്യങ്ങളാണ് ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ പറയുന്ന കാര്യം എന്താണ്?
നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻട്രപ്ഷൻ വരാതെ നോക്കുക. അതുപോലെ തന്നെ ഇൻവെന്ററി ഇല്ലാത്തത് മൂലം നമുക്ക് ഉണ്ടാവുന്ന റിസ്ക്കും ലോസും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രോപ്പർ ലെവൽ നമ്മൾ ഇൻവെന്ററി കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് റിസ്ക്കും ലോസും ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റൂ. ബെറ്റർ കസ്റ്റമർ സർവീസ് ഉറപ്പുവരുത്തുക. അതായത് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെന്ററി ഉണ്ടാവണം, പ്രോപ്പർ ലെവൽ ഓഫ് ഇൻവെന്ററി ഉണ്ടാവണം. അവോയ്ഡിങ് സ്റ്റോക്ക് ഔട്ട് ഡേഞ്ചർ, സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ വരാൻ പാടില്ല. ഓക്കെ, അപ്പം പർച്ചേസ്, പ്രൊഡക്ഷൻ, സെയിൽ, അതായത് നമ്മൾ വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ച് വിൽക്കാനായിട്ട് ഗുഡ്സ് ഉണ്ടാവണം. ഗുഡ്സ് ഇല്ലാത്തൊരവസ്ഥ വരരുത്. ഓക്കെ, ഡേഞ്ചർ ലെവലിലേക്ക് നമ്മൾ പോവരുത്. നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക. ഓക്കെ, പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിസ്ക്കും ലോസസും ഒന്നും ഉണ്ടാവാതെ അതായത് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. രണ്ടാമത്തെയാണ് ഫിനാൻസിങ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്? ടു മിനിമൈസ് ദ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഇൻവെന്ററി. ഇൻവെന്ററിയിലേക്കുള്ള അതായത് ബൾക്കായിട്ട് നമ്മുടെ ബിസിനസ്സിൽ വേണ്ടുന്നതിൽ കൂടുതൽ ലെവലിൽ, ഒപ്റ്റിമൽ ലെവലിൽ കൂടുതൽ എക്സസ് ആയിട്ട് ഇൻവെന്ററി കീപ്പ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ ആ ഒരു ക്യാപിറ്റൽ ഐഡിയൽ ആയിട്ട് കിടക്കും അല്ലെ, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം പോലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വന്നതിന്റെ ഫലമായിട്ട് അസൈൻമെന്റ് നീഡഡ് എന്ത് ചെയ്താൽ മതി, നമ്മൾ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇൻവെന്ററി പർച്ചേസ് ചെയ്താൽ മതി. അപ്പം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കുക, മിനിമൈസ് ഇൻവെന്ററി കോസ്റ്റ് കുറയ്ക്കുക, എക്കോണമി ഇൻ പർച്ചേസ്. എക്കോണമി ഇൻ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ ബൾക്കായിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാണ്, നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബൾക്കായിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന വഴി നമ്മുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, അപ്പം ഒരു ഫിനാൻസിങ് വേയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജീസിൽ നമുക്ക് എന്തൊക്കെയാണ്, ഇൻവെന്ററി കോസ്റ്റുകൾ, ഇൻവെന്ററി ക്യാരി ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ ഉള്ള കോസ്റ്റുകൾ കുറയ്ക്കുക. എക്കോണമി ഇൻ പർച്ചേസ്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. Apart from the above objectives, inventory management also emphasizes to bring down the adverse impact of holding excess inventory. Inventory managementന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ എക്സസ് ഇൻവെന്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമുക്ക് എക്സസ് ഇൻവെന്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ ഒപ്റ്റിമൽ ലെവലത്തേക്കാട്ട് കൂടുതൽ എക്സസ് ആയിട്ട് നമ്മൾ ഇൻവെന്ററി ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകൾ എറേസ് ചെയ്യും. അതൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്യുക, കുറയ്ക്കുക, മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഫിനാൻസിങ് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത പർച്ചേസും പ്രൊഡക്ഷനും സെയിലും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത ലക്ഷ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. കസ്റ്റമേഴ്സിന് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക, സ്റ്റോക്ക് ഔട്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാതെ നോക്കുക, റിസ്ക്കും ലോസും ഒക്കെ മാക്സിമം കുറയ്ക്കുക. ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഫിനാൻസിങ് ഒബ്ജക്റ്റീവ്സിലേക്ക് വരുമ്പോൾ ഇൻവെന്ററി കോസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറയ്ക്കുക. അതാണ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു എപ്പോഴും ഇൻവെന്ററി മാനേജ്മെന്റ് എന്തായിരിക്കണം നോക്കേണ്ടത്? സ്റ്റോക്ക് എക്സസ് ആവാൻ പാടില്ല, ഇൻവെന്ററി എക്സസ് ആവാൻ പാടില്ല. ഇൻവെന്ററി എക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ അൺനെസസറി ആയിട്ടുള്ള കോസ്റ്റുകൾ എറേസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഹോൾഡിങ്ങും കോസ്റ്റ് ഓഫ് ക്യാരിങ്ങും അല്ലേ, അങ്ങനെയുള്ള അൺനെസസറി കോസ്റ്റുകളൊന്നും എറേസ് ചെയ്യാൻ പാടില്ല. ഇനി എക്സസ് ഇൻവെന്ററി ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡിംഗ് എക്സസ് ഇൻവെന്ററി ലീഡ് ടു ദ ഫോളോയിങ് കോൺസിക്വൻസസ്. നമ്മുടെ ബിസിനസ്സിൽ വേണ്ടുന്നതിൽ കൂടുതൽ ഇൻവെന്ററി ഉണ്ട് എങ്കിൽ, എക്സസ് ഇൻവെന്ററി ആണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഉള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, unnecessary investment of fund and reduction in profit. അല്ലേ, നമ്മൾ അത്രയും സ്റ്റോക്ക് വെറുതെ പൈസ കൊടുത്ത് വാങ്ങി വെച്ചേക്കാണ്, അത്രയും ഇൻവെന്ററി നമ്മൾ വെറുതെ പൈസ മുടക്കി അല്ലെ അൺനെസസറി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു, അത് അത്രയും സെയിൽ ആവുന്നില്ല അല്ലേ. ബിസിനസ്സിൽ അത് ഹോൾഡ് ചെയ്തേക്കാണ് ഇൻവെന്ററി, അത് സെയിൽ നടക്കുന്നില്ല, നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു. ഇൻക്രീസ് ഇൻ ഹോൾഡിംഗ് കോസ്റ്റ്, നമ്മുടെ വെയർ ഹൗസുകളിലൊക്കെ ഇത് സ്റ്റോക്ക് ചെയ്യുവാണ്, അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റുകൾ കൂടുന്നു. ലോസ് ഓഫ് ലിക്വിഡിറ്റി, സ്റ്റോക്കായിട്ട് തന്നെ ഇരിക്കുകയാണ് അല്ലേ, അതിനെ വിറ്റ് ക്യാഷ് ആക്കിയെങ്കിലേ നമ്മുടെ ബിസിനസ്സിലേക്ക് വീണ്ടും ക്യാഷ് വരത്തുള്ളൂ, അപ്പോൾ നമ്മുടെ ലിക്വിഡിറ്റിയെ ബാധിക്കുന്നു.
ഡിറ്റീരിയേഷൻ ഇൻ ഇൻവെന്ററി അല്ലെ, ഇൻവെന്ററി അവിടെ ഇരുന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എക്സസ് ഇൻവെന്ററി ഹോൾഡ് ചെയ്ത ഓക്കെ എബവ് ദ ഒപ്റ്റിമൽ ലെവൽ അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ലെവലിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇൻവെന്ററി ഹോൾഡ് ചെയ്താലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? ഇൻവെന്ററി ഡിറ്റീരിയേഷൻ ഉണ്ടാവുന്നു, ഇൻവെന്ററി നശിച്ചു പോകാനുള്ള ചാൻസ് വരുന്നു, നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു. അതായത് ആ ഇൻവെന്ററി അവിടെ ഐഡിയൽ ആയിട്ട് കിടക്കുകയാണ്, അത് സെയിൽ ആവുന്നില്ല അല്ലേ, നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു. ലിക്വിഡിറ്റിയെ ബാധിക്കുന്നു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലിക്വിഡിറ്റി പൊസിഷൻ, നമ്മുടെ ഫേമിന്റെ ആ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി വിറ്റെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരികയുള്ളൂ. നമ്മുടെ ലിക്വിഡിറ്റിയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോൾഡിംഗ് കോസ്റ്റുകൾ, അൺനെസസറി ആയിട്ടുള്ള കുറെ ഹോൾഡിംഗ് കോസ്റ്റുകൾ എറൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എക്സസ് ഇൻവെന്ററി കീപ്പ് ചെയ്താലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇൻവെന്ററി മാനേജ്മെന്റ്, അതിന്റെ ടൈപ്സ്, ഇൻവെന്ററിയുടെ ടൈപ്സ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എക്സസ് ഇൻവെന്ററി കീപ്പ് ചെയ്താൽ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു ഇൻവെന്ററി? ഒരു ബിസിനസ്സിൽ വിൽക്കാനായിട്ടുള്ള സ്റ്റോക്ക് ഓഫ് ഐറ്റത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവെന്ററി എന്ന് പറയാം. ഇതിനെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. എക്സസും അല്ലേ, കൂടാനും അണ്ടർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല, ഓവർ സ്റ്റോക്കിംഗ് ആവാൻ പാടില്ല. ഒപ്റ്റിമൽ ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം. ആ ഒരു പ്രോപ്പറായിട്ട് റോ മെറ്റീരിയലിനെയും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസിനെയും ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെയും ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും ഓവർസീ ചെയ്യുകയും ചെയ്യുന്നതിനാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവും ഫിനാൻസിങ് ഒബ്ജക്റ്റീവും. അൺനെസസറി ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സസ് ആയിട്ട് നമ്മുടെ ഇൻവെന്ററി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് എന്താണ്? നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെ ബാധിക്കുന്നു, നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്നു അല്ലേ, അൺനെസസറി ആയിട്ടുള്ള ഹോൾഡിംഗ് കോസ്റ്റ് ഒക്കെ അറൈസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അൺനെസസറി ഇൻവെസ്റ്റ്മെന്റ് ആയി പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.